നല്ല മാനസികാരോഗ്യത്തിലൂടെ എങ്ങനെ ഒരു നല്ല ജീവിതം നേടാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പോസിറ്റീവ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചും മാനസികാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ടി.വി. അനിൽകുമാറാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഇന്നത്തെ സാഹചര്യത്തിൽ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രസക്തി എത്രത്തോളമാണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ സാധാരണ പറയാറുണ്ട്, ആരോഗ്യം എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും സാമൂഹ്യമായ ആരോഗ്യവും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ക്രമങ്ങൾ കൂടിക്കൂടി വരുന്നു. മദ്യപാനവും അത് മയക്കുമരുന്നും തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. ആത്മഹത്യകൾ കൂടിക്കൂടി വരുന്നു. ഈ ആഴ്ച ആത്മഹത്യാ പ്രതിരോധ ദിനമായിരുന്നു, സെപ്റ്റംബർ. അപ്പൊ ലോകത്തെല്ലായിടത്തും ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ആത്മഹത്യകൾ കൂടിക്കൂടി വരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഇത് കുട്ടികളിലും യുവജനങ്ങളിലും. WHO തന്നെ പറയുന്നത്, കുട്ടികളും നേരത്തെ അഡോളസൻസ്, കൗമാരക്കാര് എന്ന് പറയുന്ന ഒരു പ്രായം 18 വയസ്സ് വരെയൊക്കെയാണ് പറഞ്ഞെങ്കിൽ, ഇപ്പൊ 25 വയസ്സ് വരെയുള്ള ഒരു പ്രായം വരെ അഡോളസൻസ് ആൻഡ് യങ് അഡൽട്സ് എന്ന് പറഞ്ഞ് നമ്മള് അവരെ വളരെ പ്രാധാന്യത്തോടുകൂടി കണക്കാക്കുകയാണ് ചെയ്യുക. കാര്യം, ഈ കുട്ടികളും ഈ ചെറുപ്പക്കാരും ആണല്ലോ നാളെ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ അവരുടെ മാനസികാരോഗ്യം, അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ ഇപ്പോഴത്തെ സ്വഭാവം, പെരുമാറ്റ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ശീലങ്ങളും, ആ ശീലങ്ങളാണ് നാളെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും അവരുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുകയും ചെയ്യുന്നത്. അത് മാനസികാരോഗ്യം മാത്രമല്ല, ശരീരത്തിന്റെ ആരോഗ്യത്തെ പോലും. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഭക്ഷണശീലങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അല്ലെങ്കിൽ എക്സർസൈസ് കുറയുന്നു, അല്ലെങ്കിൽ ഉറക്കം ശരിയാകുന്നില്ല, മൊബൈലിന്റെ വന്നതിന് ശേഷം. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങള് ശരീരത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു, മനസ്സിന്റെ ആരോഗ്യത്തെയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം മാനസികാരോഗ്യം തന്നെയാണ്. ഒരു സർവേയിൽ ഇപ്പൊ പറഞ്ഞത്, ജനങ്ങൾക്ക് വേണ്ടത് സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിനേക്കാളും കൂടുതൽ വേണ്ടത് മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയും സമാധാനവുമാണ്. പ്രത്യേകിച്ചും ഇന്റർനാഷണലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളും, സ്ട്രെസ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ കൂടി വരികയാണ്. നമ്മള് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പ്രായമുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെ? ഇപ്പൊ WHO തന്നെ പറഞ്ഞു, ഒറ്റപ്പെടൽ, ലോൺലിനെസ്, ഒറ്റപ്പെട്ടു പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മളുടെ പ്രായമായവരുടെ ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂട്ടുന്നത് ഈ ഒറ്റപ്പെടലാണ് കുടുംബങ്ങളില്. കാരണം പ്രത്യേകിച്ചും കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ചെറുപ്പക്കാര് കൂടുതൽ പേര് നന്നായിട്ട് പഠിക്കുന്നു, ജോലി കിട്ടാൻ വേണ്ടി പുറത്തു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പ്രായമുള്ളവര് അച്ഛനും അമ്മയും അപ്പൂപ്പനും ഉമ്മയും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് കുടുംബങ്ങളിൽ. അപ്പൊ ഇങ്ങനെ അവരുമൊക്കെ വിഷാദവും ടെൻഷനും ഇതൊക്കെ ഓർമ്മക്കുറവും ഒക്കെ നേരിടുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും, ചെറിയ കുട്ടികൾ തൊട്ട് അഡോളസൻസ്, ചെറുപ്പക്കാര്, അല്ലെങ്കിൽ പ്രായമുള്ളവര്, എല്ലാ ആ ഒരു ലൈഫ് സ്പാനും നമ്മൾ പറയും, എല്ലാ പ്രായത്തിലും ഈ മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഏറ്റവും പ്രാധാന്യം മാനസികാരോഗ്യം തന്നെ എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ WHO പണ്ടൊക്കെ ഹെൽത്തിന്റെ ഒരു ഭാഗമായിട്ട് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമെങ്കിൽ, ഇപ്പൊ പറയുന്നത് വെൽബീയിങ്ങിന്റെ ഒരു ഭാഗമാണ് ഫിസിക്കൽ വെൽബീയിങ്, സൈക്കോളജിക്കൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്. അതായത് ഓവറോൾ വെൽബീയിങ്, ഒരു 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 സുഖമുള്ളൊരു അവസ്ഥ, സ്വാസ്ഥ്യം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്ലഷർ, സന്തോഷത്തിന് അപ്പുറത്തേക്ക് മനുഷ്യൻ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു സംതൃപ്തിയോട് ജീവിക്കാൻ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മെന്റൽ വെൽബീയിങ്, ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്, അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ് ആണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ വെൽബീയിങ്. പിന്നെയാണ് സോഷ്യൽ വെൽബീയിങ്, എല്ലാവരോടും സന്തോഷവും സ്നേഹവും നല്ല ബന്ധങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുക, കുടുംബവും ഒക്കെ ആയിട്ടിരിക്കാൻ പറ്റുക. അപ്പൊ ഇതുപോലെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വെൽബീയിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പണന്റ് ആണ് മെന്റൽ ഹെൽത്തും പോസിറ്റീവ് മെന്റൽ ഹെൽത്തും വെൽബീയിങ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് ഓരോരുത്തർക്കും ആവശ്യമാണ്. കാരണം സൈക്കാട്രി എന്ന് പറയുമ്പം മാനസിക രോഗ പ്രശ്നമുള്ള ആൾക്കാര്, വയലന്റ് ആകുന്ന ആൾക്കാര്, അല്ലെങ്കിൽ നമ്മൾ റോഡിലൊക്കെ കാണുന്ന മാനസിക രോഗികൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർ, അവരുടെ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതല്ല, നമ്മൾ ഓരോരുത്തർക്കും, ചെറിയ കുഞ്ഞാണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല മാനസികാരോഗ്യം. ആ ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തിന് നമ്മൾ വേണ്ട ശ്രദ്ധ പലപ്പോഴും കൊടുക്കാറ്. അസുഖമൊക്കെ വന്നാൽ നമ്മൾ ചികിത്സിക്കാൻ പോകും, ശരീരത്തിന് തലവേദന വന്നാലോ പനി വന്നാലോ. പക്ഷെ മനസ്സിനൊരു ടെൻഷൻ വന്നാലോ, ശരീരത്തിന് മനസ്സിനൊരു പ്രയാസവും സങ്കടവും ഡിപ്രഷനൊക്കെ വന്നാൽ നമുക്ക്
അതിനെപ്പറ്റി സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒരു ഡോക്ടറെ കാണാനോ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ഒരു നമ്മൾ പറയാം സ്റ്റിഗ്മ എന്ന് പറയാം. സ്റ്റിഗ്മ ഒരു നാണക്കേടും അവഗണനയാണ്. അപ്പൊ അത് കാരണമാണ് പല പ്രശ്നങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അത് ഡ്രഗ് അഡിക്ഷനിലായിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡായിട്ടോ അല്ലെങ്കിൽ അക്രമങ്ങളോ വയലൻസോ ഒക്കെ ആയിട്ടോ ഒക്കെ നമ്മൾ പിന്നെ ആ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇത് പത്രത്തിൽ വരുന്നതും പോലീസ് ഇടപെടുന്നതും അല്ലെങ്കിൽ അപ്പോഴെല്ലാവരും കൂടെ നിർബന്ധിച്ച് ആശുപത്രി കൊണ്ടുവരുന്നു. അപ്പൊ അതിലോട്ട് പോകാതെ ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തും വെൽബീയിങ്ങും നമ്മൾ എല്ലാവരും ബോധപൂർവം അതിലോട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ സീരിയസ് കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് വെൽബീയിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം ഈ കാലഘട്ടത്തിലുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ സംശയങ്ങളുമായി ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ മുഹമ്മദ്. ഹലോ 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 പറഞ്ഞോളൂ, കേൾക്കാമോ? ഡോക്ടർ, കോൾ കട്ടായിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ. ആ സാർ പറഞ്ഞതൊക്കെ വിവരിച്ച് കേട്ടു. വിവരണം വളരെ ഉഷാറായിട്ടുണ്ട്. ഞാൻ ഒരു ആ സാറേ, പറഞ്ഞോളൂ. കട്ടായി. ഒരു കുട്ടി ഒരു പിന്നെ 10-20 വയസ്സായ ഒരു കുട്ടി പിന്നെ അല്പം പിന്നെ കഞ്ചാവും പോലൊക്കെ കഴിക്കണ്ടേ. അത് കഴിച്ചിട്ട് വളരെയധികം അതുകൊണ്ട് വളരെയധികം പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. ആ കാരണം കൊണ്ട് സാറ് ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നെ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് നന്നാവും, ചിലപ്പോ നന്നാവില്ല, ചിലപ്പോ വയലന്റ് ആവും, അയാളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും എന്നൊക്കെ ഉണ്ടായി വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. അതില് പിന്നെ അത് പല ഒരു സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിച്ചു. അവര് ഗുളികയൊക്കെ എഴുതി തരും. ആ ഗുളിക കൊടുക്കും. അപ്പൊക്കെ കുറച്ച് സമാധാനമാവും. കുറച്ച് അഡ്മിറ്റൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഇപ്പൊ ഒരു കാര്യമായിട്ട് ഭേദമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിനെ സംബന്ധിച്ച് എന്താണ് ബഹുമാനപ്പെട്ട സാറിന് ഇനി ഞങ്ങൾക്കൊരു ഉപദേശം തരാനുള്ളത് എന്നുള്ളതാ. ആ ഒരു കുട്ടിയുമുണ്ട്, അവന് ഭാര്യയും കുട്ടിയുമുണ്ട്. അതെ അതെ, ശരി ശരി, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് സംസാരിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഈ മയക്കുമരുന്നും ഇപ്പൊ കഞ്ചാവും അല്ലെ, കഞ്ചാവും അതിന്റെ ഉപയോഗം, മദ്യപാനം, അതും ചെറുപ്രായത്തില്. അപ്പൊ ഈ പറഞ്ഞനുസരിച്ച് 20-25 വയസ്സിന് താഴെയുള്ള ഒരു ആളാണ്. അയാൾക്കൊരു കുട്ടിയുണ്ട്. അപ്പൊ നേരത്തെ കല്യാണം കഴിക്കുകയും കുഞ്ഞുങ്ങളും ഉണ്ട്. ഇപ്പം ഈ അച്ഛന്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ പ്രയാസങ്ങള് ആ കുടുംബത്തെയും ആ ഭാര്യയെയും ആ കുഞ്ഞിനെയും ആ വളർന്നു വരുന്ന കുഞ്ഞിനെ കൂടെ ബാധിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ കുട്ടിയും ഇത് കണ്ടു വളരുകയാണ്. ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കോ ഒക്കെ അതിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഡ്രഗ് അഡിക്ഷനും സൈക്കാട്രി പ്രശ്നങ്ങളും ഈ ഒരു ജനറേഷൻ മാത്രമല്ല, അടുത്ത ജനറേഷനെ കൂടെ ബാധിക്കുന്നു എന്നുള്ളതാണ്. WHO ഒക്കെ ഈയിടയ്ക്ക് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവര് വലുതാവുമ്പോഴും ഇവരുടെ അടുത്ത തലമുറയെ കൂടെ നമുക്ക് മാറ്റാനും വ്യത്യാസം വരുത്താനും സാധിക്കും. ഈ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട ഒരു കാര്യമില്ല. കൃത്യമായ നല്ല ചികിത്സകള് പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ഥലം ശരിയായില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പൊ പ്രത്യേകം ഈ ഡി അഡിക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മാനസികാരോഗ്യ ചികിത്സയോട് ചേർന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള ചികിത്സ ആവശ്യമാണ്. കാരണം ഈ കഞ്ചാവെന്നും മദ്യപാനം എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമായിരിക്കത്തില്ല പ്രശ്നം. അപ്പൊ അവർക്ക് അതിനോടുകൂടി ചെറുപ്പത്തിലെ തൊട്ടുള്ള ചില ഹൈപ്പർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ മൂഡ് ഡിസോർഡർ എന്നൊക്കെ പറയും, മൂഡ് ഇങ്ങനെ മാറി മാറി വരിക, എടുത്തിയാട്ടം, വാശി, ദേഷ്യം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിന്റെ കൂടെ ആയിരിക്കും ഈ മദ്യപാനം ഉള്ളത്. അപ്പൊ വെറുതെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന്റെ കൂടെ ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളും ജോലി പ്രശ്നങ്ങളും അവരുടെ എന്താ പറയാ പേഴ്സണാലിറ്റി നമ്മൾ പറയില്ലേ, എടുത്തിയാട്ടവും വാശിയും ദേഷ്യമൊക്കെ ഉള്ള പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ.
അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മൊത്തത്തിൽ മനസ്സിലാക്കി ചികിത്സിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇപ്പോഴ് ഒരു പ്രാവശ്യം ശരിയായില്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറെ കാണുകയോ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിനെ പറ്റി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ പല പല സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പം സൈക്കാട്രി ഡോക്ടർ ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പം മെഡിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം വയറിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ന്യൂറോളജി പ്രശ്നങ്ങളോ ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണണം. അപ്പൊ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചും കൂടുതൽ ചെലവില്ലാതെ സർക്കാർ സംവിധാനങ്ങൾ മിക്കവാറും നമുക്ക് ഫ്രീ ചികിത്സ പാവപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സ എടുക്കാനോ ഫ്രീ ആയിട്ട് തന്നെ മരുന്ന് കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പം ഒരു മെഡിക്കൽ കോളേജിൽ മാനസികാരോഗ്യ വിഭാഗത്തിൽ പോയി കാണുവാണെങ്കിൽ അവിടെ വേണ്ട രീതിയിലുള്ള പരിശോധനകളും വേണമെങ്കിൽ കിടത്തി ഒരു 2-3 ആഴ്ച കിടത്തി വിശദമായി പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടുപിടിക്കാവുന്നതാണ്. വളരെ അത്യാവശ്യം ചെയ്യുകയും വേണം. കാരണം മനസ്സിലാക്കിയ അനുസരിച്ച് കഞ്ചാവിന്റെ ഉപയോഗമുണ്ട്, പെരുമാറ്റ പ്രശ്നങ്ങളുണ്ട്, കുട്ടിയെയും ഒക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യാനോ മുന്നോട്ട് പോകാനോ പറ്റാത്തൊരവസ്ഥ വരും. അപകടങ്ങളും അക്രമങ്ങളിലൊക്കെ ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കാതെ അവർ ചിലപ്പോൾ ചികിത്സയ്ക്ക് സഹകരിച്ചിരുന്നിരിക്കും. അപ്പൊ കുറച്ച് നിർബന്ധം പൂർവ്വം തന്നെ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ ഇനി വേണ്ടി വന്ന ഒരു പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ അടുത്ത സ്റ്റേഷനിൽ പറഞ്ഞാൽ അവരുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാനോ അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ സാധിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കൂടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് ത്യാഗരാജനാണ്. ത്യാഗരാജൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 ത്യാഗരാജൻ ഹലോ പറഞ്ഞോളൂ. ഡോക്ടർ. ഹലോ 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 കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ 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 പറയൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എങ്ങനെ നേടാം? അതുപോലെ നിത്യജീവിതത്തിൽ മാനസികാരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഇത് സത്യം പറഞ്ഞാൽ വളരെ കോമൺ സെൻസ് ആണ്. പണ്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ടാഗോർ പറഞ്ഞിട്ടുണ്ട്, സന്തോഷം എന്ന് പറഞ്ഞാല് നമുക്ക് ഏറ്റവും വളരെ വലിയ ചെലവില്ലാതെ എളുപ്പം കിട്ടും. ഇറ്റ് ഇസ് കോമൺ സെൻസ് ആണ്. പക്ഷെ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്ന് പറയുന്ന പോലെ വളരെ നിസ്സാരമായിട്ട് സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ പറ്റും. അതിന് നമുക്ക് പറയുന്നത് എന്താ, അദ്ദേഹത്തിന്റെ തന്നെ ചില കാര്യങ്ങളായിട്ട് നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറ്. ഒന്ന് സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ്. ആ ഉറക്കം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കുക. രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ പിറ്റേ ദിവസം നമുക്ക് സന്തോഷമായിട്ടിരിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫ്രഷ് ആയിട്ടിരിക്കാനും ഒക്കെ പറ്റും. നന്നായിട്ട് ചിന്തിക്കാനും ഒക്കെ പറ്റും. ഉറക്കം വളരെ പ്രാധാന്യമാണ്. ഇപ്പോഴ് ഈ മൊബൈലിന്റെയും ഈ കാലഘട്ടത്തില് കുട്ടികളുടെ ആണെങ്കിലും നമ്മുടെ മുതിർന്നവരുടെ ആണെങ്കിലും രാത്രി ലേറ്റ് ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് തന്നെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ എക്സർസൈസ്. കൃത്യമായിട്ട് 1 മണിക്കൂറെങ്കിലും, കുട്ടികളും ചെറുപ്പക്കാരും ആണെങ്കിലും 1 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യുക. മുതിർന്നവരാണെങ്കിലും ഒരു 30 മിനിറ്റെങ്കിലും ആഴ്ചയിൽ 5 ദിവസം, അതൊക്കെയാണ് നമ്മുടെ ഒരു WHO കണക്കുകളായിട്ട് പറയുന്നത്. അപ്പൊ കൃത്യമായ വ്യായാമം, സമയത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ കൃത്യമായ ആഹാരം ആവശ്യത്തിന് കഴിക്കുക, നിയന്ത്രണം. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പൊണ്ണത്തടിയാണ് കൂടുതലായിട്ട് വരുന്നത്. പണ്ട് നമുക്ക് ആഹാരം കിട്ടാത്തതിന്റെ അവസ്ഥയാണെങ്കിൽ ഇപ്പം ആഹാരം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, ഒബീസിറ്റി, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തെയും തകർക്കും. അപ്പൊ ഇതെല്ലാം ശരീരത്തിന്റെ ആരോഗ്യം നോക്കാൻ വേണ്ടി തന്നെ ഉള്ള എക്സർസൈസും, പിന്നെ നമ്മൾ സാധാരണ ക്ലാസ്സൊക്കെ വേണ്ടി നെസ്റ്റ് എന്ന് പറയും, ന്യൂട്രീഷൻ, എക്സർസൈസ്, സ്ലീപ്പ്, ഈ 3 കാര്യങ്ങളും. എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ നമ്മൾ എന്നോട് പറയാറുണ്ട്, ടൈം, സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ടൈം മാനേജ്മെന്റ്. നമ്മൾക്കൊക്കെ തിരക്കാണ്. തിരക്ക് ആണ് പലപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. കൃത്യമായിട്ട് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൃത്യസമയത്ത് കിടക്കുന്നതും കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നതും നമ്മുടെ ജോലിയുടെ സമയവും അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനും ഒക്കെ ചെയ്യുന്നതും, ഇതുപോലെ ആ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ കുറച്ച് സമയം നമുക്ക് സ്വന്തം ആയിട്ട് നമ്മുടെ മനസ്സിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ അത് കുറച്ച് റിലാക്സേഷൻ ആകാം, കുറച്ച് ബ്രീത്തിങ് എക്സർസൈസ് ആകാം, ഇനി മെഡിറ്റേഷനോ യോഗയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അതാകാം. അപ്പൊ ഈ രീതിയിൽ നമ്മളുടെ സ്വന്തം ശരീരത്തിൽ നോക്കുന്ന പോലെ മനസ്സിന് ഒരു കാംനെസ് കിട്ടുന്ന ചില ആക്ടിവിറ്റി, നമ്മുടെ ഇഷ്ടമുള്ള ഹോബി, പാട്ട് കേൾക്കുകയോ പെയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗാർഡനിങ്ങോ, എല്ലാവരുടെയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന തന്നെ അതൊരു ടൈമാണ്. ടൈം വിത്ത് ഫാമിലി, ഒരു ക്വാളിറ്റി ടൈം. ഞാൻ എൻ്റെ ഒപിയിൽ വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, ഒരുമിച്ചിരുന്ന 1 മണിക്കൂറെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള സമയം ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും, ആ സമയത്ത് മൊബൈലും TV ഒക്കെ മാറ്റിവെക്കുക. ആ സമയത്തും
എല്ലാവരും ടി വിയിലാണ് പലപ്പോഴും നോക്കുന്നത്. അപ്പൊ അതിന് പകരം പരസ്പരം മുഖത്ത് നോക്കുകയും സംസാരിക്കുകയും എക്സ്പീരിയൻസ് ഇപ്പൊ സ്കൂളിലെയും വീട്ടിലെയും കാര്യങ്ങളും കുട്ടികൾക്ക് പറയാനുണ്ടാവും, അച്ഛനും അമ്മയ്ക്കും ഓഫീസിലെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, ഒരു സോഷ്യൽ കണക്ഷൻ അത് ഫാമിലിയിലും വേണം, ജോലി സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ വേണം. അപ്പൊ ഈ രീതിയിൽ ഒരു ഞാൻ ആദ്യം പറഞ്ഞ ന്യൂട്രീഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഹെൽത്തി ഫുഡ് കഴിക്കുക, എക്സർസൈസ് വേണം, സ്ലീപ്പ് സമയത്ത് ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ കിട്ടുക, കണ്ടിന്യൂസ് ആയിട്ട്, അത് രാത്രി തന്നെ ഉറങ്ങാൻ പറ്റുക, ടൈം മാനേജ്മെന്റ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ സമയത്തെ നമ്മൾ ഉപയോഗിക്കുക, ഒരു സ്വന്തം ടൈം ഫോർ സെൽഫ് അല്ലെങ്കിൽ മൈൻഡ്, ഒരു റിലാക്സേഷനോ ബ്രീത്തിങ്ങോ അങ്ങനെയുള്ള കുറച്ച് സമയം 10-15 മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വയ്ക്കുക, ടൈം വിത്ത് അതേഴ്സ്, ടൈം വിത്ത് ഫാമിലി, ടൈം ഫോർ യുവർ ഹോബി, എന്തെങ്കിലും രീതിയിലുള്ള ഗാർഡനിങ്ങോ. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു സോഷ്യൽ കോസിന് വേണ്ടി നമുക്ക് കുറെ സമയം ചെലവഴിക്കാൻ പറ്റുക, ഒരു പൊതുകാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ഇപ്പം റെസിഡൻസ് അസോസിയേഷനിലോ കുടുംബശ്രീയിലോ അല്ലെങ്കിൽ അയൽ വീട്ടുകളിൽ പോവുകയും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഇത് എല്ലാം ചേരുമ്പോഴാണ് നമുക്ക് മാനസികാരോഗ്യം നന്നാക്കാൻ പറ്റുക. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ ആളുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുക. എത്ര പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് പുതിയ പുതിയ പ്രോബ്ലംസ് ഓരോ ഏജ് ഗ്രൂപ്പിലും, കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷയും പഠിത്തവും, വലിയവർക്കാണെങ്കിൽ ജോലിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രായമായവർക്ക് ഒറ്റപ്പെട്ട പ്രശ്നങ്ങളോ അസുഖത്തിന്റെ പ്രശ്നങ്ങളോ, ഇങ്ങനെ പ്രശ്നങ്ങൾ എപ്പോഴും കാണും. പക്ഷെ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഒരു കഴിവ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ലൈഫ് സ്കിൽസ് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് സ്കൂളുകളിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. സ്ട്രെസ് എങ്ങനെ കോപ്പ് ചെയ്യണം, പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടാൻ പറ്റും, ഒരു ബ്രേക്കപ്പ് വന്നാൽ എങ്ങനെ നേരിടാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിലും യങ്സ്റ്റേഴ്സിനും ഒക്കെ നമുക്ക് ചെയ്താല് കൊടുത്താല് ഈ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം, നമുക്ക് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിപ്പോ എപ്പോഴും പറയുന്നത് ഈ പ്രോബ്ലത്തിനെ പറ്റിയാണ്. എല്ലാ പ്രശ്നങ്ങളാണ് നമ്മൾ കൂട്ടി കൂട്ടി പറയുന്നത്. പ്രശ്നങ്ങളെ പറ്റി പറയും തോറും പ്രശ്നങ്ങൾ വലുതായി വരും. അതിന് പകരം നമ്മൾ സൊല്യൂഷൻസിനെ പറ്റി, പരിഹാരങ്ങളെ പറ്റി, നമ്മളുടെ കഴിവുകളെ പറ്റി, നമുക്ക് എന്തൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത്, ഇത് നമ്മൾ സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ് എന്ന് പറയും. അതൊരു പുതിയ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പി ടെക്നിക്കാണ്. അപ്പൊ അതൊരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ നമുക്ക് പറഞ്ഞു തരാം, പക്ഷെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ് എന്ന് പറയും. അപ്പം എന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറയുന്നതിന് ഞാൻ എന്തൊക്കെയാണ് മാറ്റേണ്ടത്, എന്റെ ഉറക്കം ശരിയല്ല എന്ന് പറയുന്നതിന് ഉറക്കം എങ്ങനെ നന്നാക്കാം, എന്റെ എക്സർസൈസ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ എക്സർസൈസ് മെച്ചപ്പെടുത്താം, ഫാമിലി റിലേഷൻഷിപ്പ് മോശമാണ് എന്ന് പറയുന്നതിന് വരെ അത് എങ്ങനെ മെച്ചപ്പെടുത്താം. അപ്പൊ അച്ഛനമ്മ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കാം, നമ്മുടെ വീട്ടിലെ സന്തോഷം നമുക്ക് എങ്ങനെ കൂട്ടാം. അപ്പൊ ഒരു കാര്യം, അച്ഛൻ നേരത്തെ വീട്ടിൽ വരിക എന്നുള്ളതായിരിക്കും, ടി വി മൊബൈലൊക്കെ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് നമുക്ക് എങ്ങനെ ഇതൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നൊരു തുറന്ന ചർച്ചകളൊക്കെ കൊണ്ടുവരിക. ഈ രീതിയിലൊക്കെയുള്ള പോസിറ്റീവ് തിങ്കിങ് ഫാമിലിയിൽ കൊണ്ടുവരിക, കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അത് വെച്ച് അവർക്ക് പറ്റുന്ന പഠിത്തവും ജോലിയും ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച്, ആ ഒരു ചിന്താഗതി തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് രാജേഷാണ്. രാജേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ, നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലേ മരുന്ന് കഴിക്കുമ്പോ നമ്മൾ കുറെ കാലത്ത് തുടർച്ചയായി കഴിക്കേണ്ടി വരുമോ, അതോ ജീവിത അവസാനം വരെ ഇത് കഴിക്കേണ്ടി വരുമോ, അതോ മരുന്നിൽ നിന്നും പിന്നെ നമുക്ക് മോചനം ഉണ്ടാവുമോ? അതെ, മരുന്ന് സൈക്കാട്രി അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന്റെ മരുന്ന് എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും മരുന്ന് കഴിക്കാത്തത് നിർത്തുകയും വീണ്ടും വീണ്ടും അസുഖങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ടുള്ള, ഞാൻ പലപ്പോഴും ഈ ഇത് കാണാമല്ലോ അല്ലെ, ബ്രെയിൻ്റെ ഒരു മോഡലാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനാണ്, ബ്രെയിൻ്റെ ഫംഗ്ഷനാണ്. അതിലുള്ള ന്യൂറോൺസ് ഉണ്ട്, അതിന്റെ കെമിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരീരത്തിന്റെ മറ്റ് അസുഖങ്ങൾക്കും ഉണ്ടാകുന്ന പോലെ തന്നെ മറ്റ് ഓരോ കാര്യം, നമ്മൾ ഹാർട്ടിന് അസുഖം വരുന്നു, ലങ്സിന് അസുഖം വരുന്നു, അതുപോലെ തന്നെ ഈ ബ്രെയിനുള്ള ചില ചേഞ്ചസ് കൊണ്ടാണ് പ്രധാനപ്പെട്ട മാനസിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ വിഷാദം, ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ ഉള്ളപ്പോഴാണ് സൂയിസൈഡിനെ പോലെയുള്ള, ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അതും ഈ നമ്മുടെ ബ്രെയിനിലുള്ള ചില കെമിക്കൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ്, അത് കുറയുന്നതുകൊണ്ടാണ്. നമ്മൾ സെറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി മോളിക്യൂൾസ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വെറും ഉപദേശവും സ്നേഹവും കൊടുത്താൽ പോരാ,
ആ മോളിക്യൂൾസ് കൂട്ടാനുള്ള ഗുളികകളും വേണം. അത് ശാസ്ത്രീയമായിട്ട് ലോകത്ത് എല്ലായിടത്തും അംഗീകരിച്ച ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മരുന്നുകളാണ് ഡോക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ കഴിക്കേണ്ടത്. അത് ഡോക്ടർ പറയുന്ന അളവിലും ആ ഡ്യൂറേഷനിലും കഴിക്കുക. അസുഖം മാറുമ്പോൾ പല അതിലും നമുക്ക് നിർത്തി കുറച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്തരുത്, കുറേശ്ശെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ സാധിക്കും. പക്ഷെ ചില അസുഖങ്ങൾക്ക് നമ്മൾ ഗുരുതരമായ ചില വളരെ സീരിയസ് ആയിട്ടുള്ള ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സ്കിസോഫ്രീനിയ എന്നൊക്കെ നമ്മൾ പറയും. അത് കുറച്ച് അങ്ങനെയുള്ള ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. അതിപ്പോ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ വന്നാലും ഡയബറ്റീസ് വന്നാലും ഒക്കെ മരുന്ന് കഴിക്കില്ലേ. അത് നമ്മൾ പൂർണ്ണമായും മാറ്റുകയല്ല, നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ചില ഒരു ശതമാനം നമ്മൾ മേജർ മെന്റൽ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും, സ്കിസോഫ്രീനിയ, ബൈപ്പോളാർ ഡിസോർഡർ. അപ്പൊ അത് പലപ്പോഴും അസുഖത്തിന്റെ ഗൗരവം കുറയ്ക്കുകയും വീണ്ടും അസുഖം വരാതിരിക്കാനും വേണ്ടിയുള്ള മരുന്നുകളാണ്. പ്രഷർ കുറയ്ക്കുന്നു, ഷുഗർ കുറയ്ക്കുന്നു, പിന്നെയും വരാതിരിക്കണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കണം. അതിന്റെ കൂടെ എക്സർസൈസും ഡയറ്റും ഒക്കെ വേണം. അപ്പൊ ആ രീതിയിൽ തന്നെ വേണം മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും കാണാൻ. അത് എല്ലാ മരുന്നുകൾക്കും ഗുണമുള്ള പോലെ ചിലപ്പോൾ സൈഡ് എഫക്ട്സും കാണും. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അത് ഡോക്ടറോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ഡോക്ടർ ഡോസ്, അതിന്റെ മരുന്നിന്റെ അളവ് കുറയ്ക്കുകയോ പകരം മരുന്ന് തരികയോ, ഇപ്പൊ ഒത്തിരി പലതരം മരുന്നുകൾ അവൈലബിൾ ആണ്. അത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഡോക്ടർക്ക് വ്യത്യാസപ്പെടുത്തി തരാം. അപ്പൊ മരുന്നിനെ പേടിച്ച് കഴിക്കാതിരിക്കരുത്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ചെന്ന് ചാടും. അതാണ് കുഴപ്പം. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് നിലനിർത്തുന്നതിൽ സംസ്ഥാന സർക്കാർ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ എന്തെല്ലാം പ്രോഗ്രാമുകൾ നിലവിലുണ്ട്? ഈയിടെയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി യുവത്വത്തോടൊപ്പം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങി. കാരണം പത്രങ്ങളിലൊക്കെ ഈ വയലൻസും ഡ്രഗ് അഡിക്ഷനും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം തന്നെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റില് മെയിൻ ഹാളിലെ മന്ത്രിമാരും പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരായിട്ട് വലിയ ചർച്ചകൾ നടന്നു. എന്നിട്ട് അതിനുവേണ്ടി ഒരു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും എങ്ങനെ ഈ പ്രശ്നങ്ങളെ ചെറുപ്പത്തിലെ തന്നെ, കാരണം കുട്ടികളിലാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കുട്ടികളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിലും പ്രയോജനപ്പെടും. അവർ വലുതാകുമ്പോൾ അഡൽട്ട് ആകുമ്പോഴും വ്യത്യാസം വരും. അവരുടെ അടുത്ത തലമുറ, അവർ പേരൻസ് ആകുമ്പോഴും അതിലും വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ ഇപ്പൊ മെന്റൽ ഹെൽത്ത് കൂടെ എങ്ങനെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ വർഷം സ്കൂൾ തുറന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഒരു 2 ആഴ്ച അടുത്തതേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിക്കട്ടെ എന്നായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രത്യേക മൊഡ്യൂൾ ഉണ്ടാക്കി 2 ആഴ്ച എല്ലാ സ്കൂളുകളിലും പ്രത്യേക മൊഡ്യൂൾ പ്രകാരം കുട്ടികൾക്ക് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം, എങ്ങനെ ഈ ഹാപ്പിനെസ് വെൽബീയിങ് എങ്ങനെ കൂട്ടാം, അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ നെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷനും എക്സർസൈസും സ്ലീപ്പും ആ ടൈം മാനേജ്മെന്റും ഇതൊക്കെ എങ്ങനെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള മൊഡ്യൂളുകൾ നമ്മൾ നടപ്പാക്കി. അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ അധ്യാപകരെയും കൗൺസിലർമാരാക്കുക. അത് അവരെല്ലാം കൗൺസിലിംഗ് കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അവരിലെല്ലാം ഈ മെസ്സേജസ് എത്തുക എന്നുള്ളതാണ്. സാധാരണ ഇതിൽ നമ്മൾ പുറത്ത് ഒരു പ്രശ്നമുള്ളപ്പോൾ കുട്ടിയെ ഒരു കൗൺസിലറെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു റെഫർ ചെയ്യുകയോ ചെയ്യുന്നത്. അതിന് പകരം തന്റെ ക്ലാസ്സിൽ ഒരു 40-50 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒരു വർഷം വളരെ അടുത്തറിയുന്ന, അല്ലെങ്കിൽ 10 മാസം അടുത്തറിയുന്ന ടീച്ചർമാരാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനും അവരെ അത്യാവശ്യം ക്ലാസ് റൂമിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും, അങ്ങനെ അവർക്ക് എന്തെങ്കിലും ചെറിയ പഠന പ്രശ്നങ്ങളോ ശ്രദ്ധക്കുറവോ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ്, വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഡിപ്രഷനോ, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യമോ അങ്ങനെ അക്രമമോ, പിന്നെ ഹൈസ്കൂളിലൊക്കെ ആകുമ്പം പുകവലിയും അങ്ങനെ അതിലോട്ടൊക്കെ പോകുന്ന അക്രമവാസന കാണിക്കുന്ന കുട്ടികൾ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നേരത്തെ ടീച്ചർ കണ്ടുപിടിച്ചാല് പേരൻസിനോട് പറഞ്ഞിട്ട് സ്കൂളിലെ കൗൺസിലറുടെ സഹായം തേടാം. ഇതും പറ്റിയില്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ഇപ്പൊ ഒത്തിരി സംവിധാനങ്ങളുണ്ട്, ഇതിലോട്ട് വിടാം. നേരത്തെ തന്നെ ഒരു 10 വർഷം മുമ്പ് തന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, ORC എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയെങ്കിലും വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് തുറന്നു പോകുന്നുണ്ട്. 1200ഓളം സ്കൂളുകൾ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ സ്കൂളുകളിൽ മെന്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുതിർന്നവർക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫാമിലി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആശ്വാസം എന്ന് പറഞ്ഞൊരു പദ്ധതി, ഇപ്പൊ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഐഡിയ വെൽനസ് ക്ലിനിക്കുകളാക്കുക എന്നുള്ളതാണ്. അസുഖത്തിന് പകരം വെൽനസ് ക്ലിനിക്കുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം
സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ക്ലിനിക്ക്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം വെൽനസ് ക്ലിനിക്കുകൾ സ്ഥാപിച്ചു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം രോഗം എങ്ങനെ വരാതിരിക്കാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതിൽ മെന്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യം ഉള്ളൊരു വിഷയം തന്നെയാണ്. ആശ്വാസം ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡിപ്രഷൻ കണ്ടുപിടിക്കുകയും അതിനെ ചികിത്സിക്കാനും വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ എല്ലാ മാനസികാരോഗ്യ ഡോക്ടർ, ഞാനൊന്ന് പ്രശ്നങ്ങൾക്കും ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സബിതയാണ്. സബിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 പറഞ്ഞോ സാർ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. സാർ, എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. അവളിപ്പോ കുറച്ച് നാളായിട്ട് ക്ലാസ്സിൽ തീരെ ശ്രദ്ധയില്ല. നല്ല കുട്ടി, നല്ല കുറുമ്പത്തിയാണ്, ഭയങ്കര ആക്റ്റീവാണ് വീട്ടിലൊക്കെ. നമ്മൾ പഠിപ്പിക്കുമ്പോഴെപ്പോഴും ആബ്സെന്റ് മൈൻഡാണ്. ക്ലാസ്സിലെ ടീച്ചറും പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ തീരെ ശ്രദ്ധയില്ല, ആബ്സെന്റ് മൈൻഡാണ്. പിന്നെ മാർക്ക്, അങ്ങനെ എക്സാം നടക്കുമ്പോൾ മാർക്കൊക്കെ വളരെ കുറഞ്ഞാണ് വരുന്നത്. അവള് വെയിറ്റ് കുറവുള്ള കുട്ടിയായിരുന്നു. നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ബർത്ത് വെയിറ്റ് വളരെ കുറവായിരുന്നു. സബിത പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ പറഞ്ഞേ? 5ാം ക്ലാസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ഒരു പ്രോബ്ലം, ഈ ശ്രദ്ധക്കുറവും ADHD എന്നൊക്കെ നമ്മൾ പറയാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അപ്പൊ അത് കുട്ടികൾ നല്ല ഇന്റലിജന്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല മിടുക്കരായിരിക്കും, സ്പോർട്സോ ആർട്ടോ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അടങ്ങിയിരിക്കാനോ ശ്രദ്ധിക്കാനോ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. എടുത്തിയാട്ടം ചിലപ്പോൾ കൂടുതലായിരിക്കും, ദേഷ്യം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അപ്പൊ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ അതുപോലെ ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും പകർത്തി എഴുതാനോ ഹോംവർക്ക് ചെയ്യാനോ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും തെറ്റിപ്പോകും. സത്യം പറഞ്ഞാൽ ശ്രദ്ധ എല്ലാത്തിലേക്കും പോകുന്നതാണ് പ്രശ്നം. ശ്രദ്ധ ആവശ്യമുള്ളതിലോട്ട് പഠിക്കാനുള്ള കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. ഇതിന് ADHD എന്ന് പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് അവരുടെ കുഴപ്പമില്ല, അവർ കുറ്റം പറയേണ്ട, അവരുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ തലച്ചോറിന്റെ ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ ഒരു സ്ഥലമുണ്ട്. ഈ ഫ്രോണ്ടൽ ലോബ് മെച്ചുവർ ആകുമ്പോഴാണ് നമുക്ക് കോൺസെൻട്രേഷനും നമ്മൾ അറ്റൻഷനും എന്നൊക്കെ പറയാം. അപ്പൊ അത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 4-5 വർഷം പുറകിലായിരിക്കും അവരുടെ പ്രായത്തിലുള്ള. അവർക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ ഇത് ബോയ്സിലാണ് കൂടുതലായിട്ട് കാണുക. പെൺകുട്ടികളാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി കുറവായിരിക്കും, പക്ഷെ ശ്രദ്ധ കുറവ് കാര്യമായിട്ട് നിൽക്കും. നമ്മൾ സാധാരണ പറയും, നമ്മളൊരു കാറൊക്കെ ഇല്ലേ, ആക്സലറേറ്റർ കൂടുതലായിരിക്കും, ബ്രേക്ക് കുറവായിരിക്കും, ഒരു സെൽഫ് കൺട്രോൾ കുറവായിരിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് അവരെ അടിക്കാനോ വഴക്കുണ്ടാക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പോകുന്നതിന് പകരം അത് മനസ്സിലാക്കി ആ കുഞ്ഞിനൊരു ചെറിയ സപ്പോർട്ടാണ് അധികമായിട്ട് വേണ്ടത്. ടെൻഷൻ കൂടാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റും. ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യാതെ അവന്റെ സമാധാനമായിട്ട് അപ്രോച്ച് ചെയ്താൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ വരും. അതിന് പ്രത്യേക ഒരു ചികിത്സാ പദ്ധതി തന്നെയുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇതിന് നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ഗൗരവമായിട്ടുള്ള, വളരെ കൂടുതലായിട്ട് വരുമ്പോൾ ഈ ബ്രെയിനിന്റെ ഈ ഇടപെടുകയാണ്. ഓക്കെ. നല്ല മാനസികാരോഗ്യത്തിലൂടെ എങ്ങനെ ഒരു നല്ല ജീവിതം നേടാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ TV അനിൽകുമാറാണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.